ഓക്കെ, ചില പുതിയ വിശേഷങ്ങളൊക്കെ അതെല്ലാം അടിപൊളിയായിട്ട് അവിടെ നടക്കുന്നില്ലേ? നമ്മളെ ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്തോ One is definitely the classic. Two is also good. ഈ പടം എന്തിനായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ചോദ്യം. പ്രമുഖ ബ്ലോഗർ ഷസാം ദൃശ്യം 3ക്ക് മോശം റിവ്യൂ. ചുട്ട മറുപടി കൊടുത്ത് ആരാധകരും. 200 കോടിയൊക്കെ പൊട്ടിക്കാൻ പറയുന്ന ഒരേ ഒരു രാജാവാണ് പറയുന്നത് നമ്മുടെ ഭരത് മോഹൻലാലാണ്. മലയാളികൾ ഒന്നടക്കം കാത്തിരുന്ന സിനിമയാണ് ദൃശ്യം 3. അതുപോലെ തന്നെ റിവ്യൂ പറയുന്ന പ്രമുഖരും. ഇപ്പോ ഇതാ നെഗറ്റീവ് പറഞ്ഞ ഷസാമിനെ പൊങ്കാലയിടുകയാണ് ആരാധകർ. ഇത് ഇയാൾ എങ്ങനെ എഴുതുന്നെന്ന് മനസ്സിലാവുന്നില്ല. ഒരു മനുഷ്യനെ കൊണ്ട് ഇങ്ങനൊന്നും ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപാരം. അശ്വന്ത് കോക്ക് സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ ആണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സിനിമയുടെ ബുക്കിംഗ് കൂടി. അപ്പൊ ജീത്തു സിനിമയിൽ അങ്ങനെയാണല്ലോ. ജീത്തു എന്തൊക്കെ തുടക്കത്തിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവസാനം വൻ പരിപാടി നടത്തും. അതേസമയം സൂര്യയുടെ കറുപ്പ് എന്ന സിനിമയ്ക്ക് കോക്ക് മോശം റിവ്യൂ പറഞ്ഞപ്പോൾ ഷസാം നല്ലതും പറഞ്ഞു. ഇവർ തമ്മിൽ എന്താണ്? ഒരാൾ നല്ലത് പറഞ്ഞാൽ മറ്റേയാൾ മോശം പറയും. എന്തായാലും മണിക്കൂറിൽ 40,000 ടിക്കറ്റിന് മുകളിലാണ് വിറ്റു പോകുന്നത്. മലയാളത്തിലെ സകല റെക്കോർഡും തൂക്കുമെന്നാണ് തോന്നുന്നത്. ലാലേട്ടന്റെ ബർത്ത്ഡേ കൂടി ആയതുകൊണ്ട് ഈ വിജയം ആരാധകർക്കും ലാലേട്ടനും ഇരട്ടി മധുരമാണ്. സിനിമ എന്തായാലും കത്തിക്കയറുകയാണ്. ടിക്കറ്റ് വേണ്ടവർ കാത്തിരിക്കേണ്ടി വരും. അമ്മാതിരി ബുക്കിംഗ് ആണ്. 200 കോടി മേലെ നോക്കിയാൽ മതി. ഇനി സിനിമ കണ്ടവർ പറയട്ടെ, ഷസാമിന്റെ റിവ്യൂവിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക.